അതുകൊണ്ടാണ് ഈ വിദേഹത്തിനെതിരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴും ഘോരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അത് നമ്മൾ കണക്കിലെടുക്കാറില്ല. ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും വിദേഹത്തിനെതിരിൽ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ആശയാദർശങ്ങൾ, അതായത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, അതൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന അത് അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചൊരു സംഘടനയാണ്. ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടൊരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ജനങ്ങളിൽ ഒരു അംഗീകാരം ഉണ്ടാക്കി തീർക്കുകയാണ്. അങ്ങനെ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീലിനെ വിളിച്ച് പറയുന്ന, ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ നീയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. പിന്നീട് അത് വാനലോകത്ത് വിളംബരം ചെയ്യാൻ പറയും ജിബ്രീലിനോട്. പിന്നീട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആ മനുഷ്യനിക്ക് അംഗീകാരമുണ്ടാവാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അത് അല്ലാഹു ഒരുക്കി കൊടുക്കും. ഇതൊരു വ്യക്തിക്ക് മാത്രമല്ല, സംഘടനക്കും അങ്ങനെ തന്നെയാണ്. ദീനിനെ സംരക്ഷിക്കുന്ന സംഘടന എന്നുള്ള പേരിൽ ഒരു സംഘടന അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ സംഘടന ദീനിൻ്റെ യഥാർത്ഥ ആദർശങ്ങളെ സംരക്ഷിക്കുന്ന സംഘടനയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ച് പറയും, ജിബ്രീലെ ഈ സംഘടനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നീയും ഇഷ്ടപ്പെടണം. മാത്രമല്ല വാനലോകത്ത് ഇതിനെ സംബന്ധിച്ച് വിളംബരം നടത്തണം. മലായിക്കത്തിൻ്റെയും മുഖദ്ദസായ അർവാഹുകളുടെയും സഹായം ഈ സംഘടനക്ക് വേണം. പിന്നെ ആ സംഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ അംഗീകരിക്കുന്നതായ ഒരു സ്വഭാവം ആ സംഘടനകൾക്ക് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയും, അതല്ലേ നമ്മളെ 100-ാം വാർഷികത്തിലൊക്കെ കണ്ടത്. അവിടെ നോക്ക്, അവിടെ വിദേശത്ത് വന്ന പ്രതിനിധികളും അല്ലാത്തവരൊക്കെ പറയണം, ഇത്രമാത്രം മില്യക്കണക്കിന് ആളുകൾ കൂടിയിട്ട് ഒരു അപശബ്ദം പോലും, ഒരു ചെറിയ ശബ്ദം പോലും ഇവിടുന്ന് കേൾക്കണമെന്നില്ല. ഒരു സൂചി വീണാൽ അതിൻ്റെ ഒച്ച പോലും ഇങ്ങോട്ട് കേൾക്കാം. ആ നിലക്കുള്ള നിശബ്ദത എങ്ങനെ ഇത് സാധിപ്പിച്ചെടുത്തുതാ എന്നോട് തന്നെ പലരും ചോദിച്ചത്. പല അറബിയൻ രാജ്യത്ത് നിന്ന് വന്ന പ്രമുഖരാവുന്ന പല പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലുള്ള പല പ്രമുഖരും അന്ന് ചെയ്തു ചോദിച്ചു, നീ എങ്ങനെ സാധിപ്പിച്ചെടുത്തു? മറ്റൊന്ന്, ആ സ്ഥലം മതിയാവോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘടനകൾക്ക് എന്താവുമെന്നറിയോ, സ്ഥലം അള്ളാഹു വിശാലമാക്കി കൊടുക്കും. സ്ഥലം മഹാന്മാർക്കൊക്കെ അള്ളാഹു ഭൂമിനെ ചുരുട്ടി കൊടുക്കും എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ സ്ഥലത്തിനെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മൾ 10,000 ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് എടുത്താലും ആ 10,000 ആളുകൾക്കല്ല, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെയ്തു കൊടുക്കും. ജനങ്ങളിലൊക്കെ പ്രത്യേകമാവുന്നതായ ഒരു ബഹുമാനാദരവ് ഉണ്ടായതുകൊണ്ടാണ് അന്ന് ആരും അവിടെ ശ്രദ്ധിക്കാതിരുന്നത്. എല്ലാവരും സ്റ്റേജിലുള്ളവരെ മാത്രം ശ്രദ്ധിക്കാറിയുന്നത്. ഇതാണ് മുഖദ്ദസായ വാനലോകത്തുള്ള അള്ളാഹുവിൻ്റെ മലായിക്കത്ത്, അള്ളാഹുവിൻ്റെ മുഖദ്ദസായ അർവാഹികളോടൊക്കെ ജിബ്രീൽ വിളിച്ചു പറയാണ്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ടു, ജാലും ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടലാണ് അവിടെ നടന്നിട്ടുള്ളത്. അതാണ് സുമ്മ യൂദഉൽ ഖബൂലു ഫിൽ അർദ്. ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്ത് നൽകും എന്നതുപോലെ സംഘടനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്ത് നൽകും. ആ ഖബൂലിയത്താണ് നമ്മൾ ആ 100-ാം വാർഷികത്തിൽ അവിടെ ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് SNAC. അത് വളർന്ന് വികസിച്ച് വലിയൊരു സംഭവമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ, കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അത് പഠിക്കാൻ പല മേഖലയിലായിട്ട്, അവർ ഉദ്ദേശിക്കുന്ന പല മേഖലയിലായിട്ട് പഠിക്കാനുള്ള പല സ്കീമുകളും അതിൻ്റെ സംവിധാനത്തിലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാട്ടിലുള്ള മഹല്ലത്തിലുള്ള എല്ലാ ആളുകളും
സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിച്ച് നിൽക്കുന്ന മഹല്ലുകളാണല്ലോ ഇവിടുത്തെ മഹല്ലുകൾ 99%. ഈ മഹല്ലുകളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകളാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകളും ആ മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ അതിനോട് സഹകരിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവരും സഹകരിച്ചു കൊണ്ടിട്ട് ഇവിടെ പറയപ്പെട്ടതുപോലെ ഉള്ള അല്ലെങ്കിൽ ഇവിടെ കാണിക്കപ്പെടുന്ന ഒരു ബില്യൺ സംവിധാനം അതിവിടെ ഉയർത്താൻ അതിനെ തുടർന്ന് അതിനാവശ്യമാവുന്ന സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഓരോരുത്തരും സന്നദ്ധരാവണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് പ്രത്യേകമായി ഇവിടെ ഈ നമുക്ക് വെള്ളം തന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് ഫൈസ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ ഒരു 1-2 മാസം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ലത്തീഫ് ഫൈസി നമ്മളൊരു പ്രവർത്തകർ നമുക്ക് വേണ്ടപ്പെട്ട ആളൊക്കെയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മറ്റ് നമ്മളിൽ നിന്നുള്ള പല ആളുകളും ഇന്നത്തെ പരിപാടിക്ക് ആവശ്യമായ ജ്യൂസ് ഏറ്റെടുത്ത ലത്തീഫ് ഫൈസി, പിന്നെ ഗർഭിണിയായ ഒരു സഹോദരിക്ക് മില്ലി നിർമ്മാണത്തിലേക്ക് സംഭാവന ചെയ്ത സഹോദരങ്ങൾ, പരിപാടിക്ക് ആവശ്യമായ കുടിവെള്ളം ഏറ്റെടുത്ത സഹോദരൻ, പരിപാടിയിലെ ചെലവിലേക്ക് സംഭാവന ചെയ്ത ആൾ തുടങ്ങി ഇതിനോട് ബന്ധപ്പെട്ട് സഹായിക്കുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി അവസാനം ഇവിടെ കുറേ തങ്ങന്മാർ ഇവിടെ ഉണ്ട്, മഹാന്മാരാവുന്ന സാധുക്കളാണ്. അവരാരാണോ ഇവിടെ അവസാനമുള്ള ആൾ അവർ ദുആ ചെയ്യും. ഇവർക്ക് വേണ്ടി ഞാനും ഒരു ചെറിയൊരു ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇവിടെ ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ ദീനി സ്ഥാപനങ്ങളെയും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അതിനെ വേഗത്തിൽ നിർമ്മിക്കപ്പെടാനും ഉദ്ദേശിക്കപ്പെടുന്നതായ കോഴ്സുകൾ ആരംഭിക്കാനൊക്കെയുള്ള എല്ലാ തൗഫീഖും ഇതിനോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ. ഇതിലേക്ക് സംഭാവന അർപ്പിച്ചതായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഈ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ലത്തീഫ് ഫൈസി അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഖുബൂറുകളെ നീ സുഖപുകാവനാക്കണേ അല്ലാഹ്. ഖബറിൻ്റെ അദാബുകളെ തൊട്ട് അവരെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അവർക്കൊക്കെ സ്വർഗത്തിൽ വലിയ വലിയ പദവികളെ നൽകണേ തമ്പുരാനെ. നന്മകളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. തിന്മകളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ വെള്ളം നൽകിയവരും ഇവിടെ ജ്യൂസ് നൽകിയവരും ഇതിലേക്ക് സംഭാവന നൽകിയവരും മറ്റ് ഇതിൻ്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് ആവശ്യമാവുന്ന സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ ചെയ്തു കൊടുത്തവരും ഈ മജ്‌ലിസിൽ ഇവിടെ ഒരുമിച്ച് കൂടി നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ബർക്കത്ത് ചെയ്തേറ്റ് അവരോടും ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മക്കളുടെ ഭാര്യമാർ കൂട്ടുകുടുംബങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്തേട്ടെ. ഗർഭിണിയാവുന്ന എല്ലാ സ്ത്രീകൾക്കുള്ള പ്രസവത്തിനെയും അർഹമുർ റഹീമീനായ തമ്പുരാൻ നീ എളുപ്പമാക്കി കൊടുക്കണം. പ്രസവ സമയത്തുണ്ടാവുന്ന സർവ്വ മശഖത്ത് ബുദ്ധിമുട്ടുകൾ തൊട്ട് കാത്തുരക്ഷിക്കുന്നത് പോലെ ഒരു 10-15 വയസ്സുള്ളൊരു കുട്ടി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അവൻ മൂത്രത്തിന് തടസ്സമുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അർഹമുർ റഹീമീനായ തമ്പുരാനെ ആ കുട്ടിക്കുള്ള മൂത്ര തടസ്സത്തിന് നീക്കി കൊടുക്കണം തമ്പുരാൻ. ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആ കുട്ടീൻ്റെ ആ സുഖമാക്കി കൊടുക്കണേ തമ്പുരാൻ. അതുപോലെ ഈ സദസ്സുമായി സഹായിച്ച എല്ലാവരെയും ഞങ്ങളൊക്കെ സാലിഹ്യങ്ങളാക്കണം. സാലിഹ്യങ്ങളുള്ള സ്വൽബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇതിലേക്ക് സംഭാവന അർപ്പിക്കുകയും ചെയ്തതായ ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരും ഇവിടെ റഷീദ് കാക്കുനി സൂചിപ്പിച്ചതുപോലെ അവരെ കഴിവിൻ്റെ പരമാവധി ₹1 ഉള്ളവർ ₹1 കൊടുക്കുക, ₹2 ഉള്ളവർ ₹2 കൊടുക്കുക, ₹10 ഉള്ളവർ ₹10 കൊടുക്കുക, ലക്ഷങ്ങളുള്ളവർ ലക്ഷങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ട് ഇതിനെ സഹായിക്കണേ. ₹2 ഉള്ളവരുടെ ₹2 ചിലപ്പോൾ 2 ലക്ഷം കൊടുക്കുന്നവരേക്കാൾ വലുതായിരിക്കും. കാരണം അവരെ കൊണ്ട് ആ ₹2 അവൻ്റെ അടുത്തുണ്ടാവുള്ളൂ, മറ്റവരുടെ അടുത്ത് 2 ലക്ഷമായിട്ട് അധികം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നാലും കഴിവിൻ്റെ പരമാവധി ഈ ദീനീ സംരംഭത്തിനെ സഹായിക്കുന്ന എല്ലാവർക്കും അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ.
കച്ചവടത്തിലും തൊഴിലിലൊക്കെ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഇതിനെ സഹായിക്കുന്നവർക്കൊക്കെ എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. മിഡിൽ ഈസ്റ്റിലെ എല്ലാ നിലക്കുള്ള സമാധാനത്തിനെയും നീ അതിനെ സ്ഥാപിക്കാൻ ആവശ്യമാകുന്ന സംവിധാനം ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ ഹൃദയത്തിലേക്ക് സമാധാനത്തിലേക്കുള്ളതായ ആ വഴി തുറന്നു കൊടുക്കാൻ ആവശ്യമാവുന്ന നല്ല മനസ്സ് അവർക്കൊക്കെ തോന്നിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. മിഡിൽ ഈസ്റ്റ് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പല സഹോദരന്മാരും അവിടുത്തെ സ്വദേശികളും അതല്ലാത്തവരൊക്കെ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ് ഉള്ളത്. അതിനൊക്കെ പൂർണ്ണമായി അവസാനിപ്പിക്കപ്പെടുകയും അവർക്കൊക്കെ സമാധാനവും സന്തോഷമൊക്കെ നൽകാനുള്ള എല്ലാ തൗഫീഖും നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അതിനാവശ്യമാകുന്ന സംവിധാനങ്ങൾ നീ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഈ സഹസ്രനെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഒക്കെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. സാലിഹ്യങ്ങളുള്ള സ്വൽബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ചേച്ചി ഭരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ആ ആശയത്തിന്മേൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സർവ്വവിധ ഈ പ്രസ്ഥാനങ്ങൾക്കുള്ള ഷറുകളെ തൊട്ടും സർവ്വ കള്ള തെരീക്കത്തുകൾക്കുള്ള ശേഖന്മാരുടെ ഷറുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയൊക്കെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. എല്ലാവിധ ശത്രുക്കളുടെ ഷറിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك